ഗുഡ് ആഫ്റ്റർനൂൺ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കം പ്രഖ്യാപനം നാളെ. Co-sponsored by Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ്. നാളെ ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് സമ്പൂർണ്ണ വാർത്താ സമ്മേളനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റേതുണ്ടാകും. വോട്ടെടുപ്പ് 7 ഘട്ടങ്ങളിലായി എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആന്ധ്ര, അരുണാചൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചേക്കും. ഇന്ന് ചേർന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യോഗത്തിലാണ് തീയതി സംബന്ധിച്ച അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നൊപ്പം തന്നെ ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന്, ബി ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദമായ വിവരങ്ങളുമായി വിശകലനങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ആർ രാധാകൃഷ്ണനിലേക്കാണ്. ആർ കെ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമ്പൂർണ്ണ യോഗം, അതിനുശേഷം നാളെ 3 മണിക്ക് രാജ്യം കാത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാൻ പോകുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 7 ഘട്ടങ്ങളിലായി എന്ന സൂചന ഇപ്പോൾ പുറത്തുവരുന്നു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ പര്യടനം, അതിനുശേഷം ചേർന്ന യോഗം, അത് വിശകലനം ചെയ്ത് സാഹചര്യം വിലയിരുത്തിയ പശ്ചാത്തലം, 7 ഘട്ടമായി എന്ന സൂചന. കേരളത്തിലടക്കം തീയതിയുടെ കാര്യത്തിൽ ഡൽഹിയിൽ നിന്ന് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന സൂചനകൾ എങ്ങനെയാർക്കെ? രഞ്ജിത്ത്, ജനാധിപത്യത്തിന്റെ ഉത്സവമാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പുകൾ എന്ന് വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പൊതു തെരഞ്ഞെടുപ്പ് രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദിശാസൂചികയായി മാറേണ്ടതാണ്. വരുന്ന 5 വർഷങ്ങളിൽ രാജ്യത്തിന്റെ ഭരണ സാരഥ്യം ആര് വഹിക്കണം എന്ന് തീരുമാനിക്കേണ്ടത്. വലിയ വൈവിധ്യങ്ങളും വലിയ വ്യത്യാസങ്ങളും ഒക്കെയുള്ള നമ്മുടെ നാട്ടിനെ ഏറ്റവും ശക്തമാക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ ഭരണഘടനയും അതിനനുബന്ധമായി ഉണ്ടായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് ക്രമങ്ങളും ഒക്കെയാണ്. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ ഇത്തവണയും ഈ നടപടിക്രമങ്ങളെയെല്ലാം വളരെ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുന്ന മേഖലകളിൽ തെരഞ്ഞെടുപ്പ് ന്യായയുക്തമായിട്ട് ഉറപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള നടപടിക്രമങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനകം സ്വീകരിച്ചിട്ടുള്ളത്. ആ നടപടിക്രമങ്ങൾ പൂർത്തിയായി ഇന്ന് രാവിലെ ചേർന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുതിയ അംഗങ്ങൾ കൂടി ഉൾപ്പെട്ട സമ്പൂർണ്ണ യോഗം വിലയിരുത്തിയ ഒരു പശ്ചാത്തലത്തിലാണ് നാളെ സമ്പൂർണ്ണ യോഗം ചേർന്നതിന് ശേഷം തെരഞ്ഞെടുപ്പ് തീയതി അന്തിമമായിട്ട് പ്രഖ്യാപിക്കാൻ ഉള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. വരുന്ന ഒരു മാസത്തിനുള്ളിൽ തന്നെ ആദ്യ തീയതി, ഏപ്രിൽ മധ്യത്തിന് ശേഷം ഉള്ള തീയതി തുടങ്ങി ഏതാണ്ട് ഒരു മാസം നീളുന്ന വിധത്തിലായിരിക്കും വ്യത്യസ്ത ഘട്ടങ്ങളിലായിട്ട് ഈ തെരഞ്ഞെടുപ്പ് നടക്കാനായിട്ട് പോകുന്നത്. ആദ്യം മുതൽ നടന്നു വരുന്ന ചർച്ചകൾ 7 ഘട്ടമായിട്ട് വേണം എന്ന 7 ഘട്ടമായിട്ടെങ്കിലും വേണം എന്ന വിധത്തിലാണ് ഈ വ്യത്യസ്ത അർദ്ധ സൈനിക വിഭാഗങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. 10 ഘട്ടങ്ങളോളൊക്കെ ഒക്കെ ആയിട്ട് നടത്തണം എന്നുള്ളതാണ്. പക്ഷേ അത്ര ഇതായിട്ട് നടത്താനായിട്ട് ഇനി സാഹചര്യവും സമയവും ഇല്ല എന്നുള്ളത് കൊണ്ട് ഒരു 7 ഘട്ടങ്ങളിലൊക്കെ ആയിട്ട് നടത്താനായിട്ടുള്ള തീരുമാനങ്ങളാകും ഉണ്ടാവുക. ചില സംസ്ഥാനങ്ങളിൽ ഒന്നിലധികം ഘട്ടങ്ങളിലായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത്. ഉത്തർപ്രദേശ്, ബംഗാൾ അടക്കമുള്ള, മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ആ വിധത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത്. എന്നാൽ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഒറ്റഘട്ടമായിട്ട് തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കും എന്ന വിധത്തിലാണ് ഈ അവിടെയുള്ള സംസ്ഥാന കമ്മീഷനുകളെല്ലാം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ചീഫ് സെക്രട്ടറിമാരുടെ ഒക്കെ അഭിപ്രായം തേടിയതിനു ശേഷമാണ് ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. നാളെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുന്ന മുറയ്ക്ക് തന്നെ പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതോടുകൂടി സാങ്കേതികമായിട്ട് ഈ ഇപ്പോൾ പ്രവർത്തിക്കുന്ന സർക്കാരിന്റെ പ്രവർത്തന കാലയളവ് അവസാനിച്ചു, അഥവാ കാലാവധി അവസാനിച്ചു എന്ന സാങ്കേതികതയിലേക്ക് വരും. പിന്നീടുള്ളത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ള ദിവസങ്ങളാണ്. ന്യായയുക്തമായിട്ടുള്ള പ്രചരണം, ഏതെങ്കിലും വിധത്തിൽ കൂടുതൽ പണത്തിന് സ്വാധീനമുണ്ടാകുന്ന വിധത്തിൽ നടപടികൾ ഉണ്ടാകാത്ത വിധത്തിലുള്ള ക്രമീകരണങ്ങൾ ഒക്കെ ഇതിനായി തയ്യാറാക്കിയിട്ടുണ്ട്. ആ വിശദാംശങ്ങളും തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന്റെ ഉത്സവത്തിലേക്ക് രാജ്യം കടക്കാൻ പോവുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം നാളെ 3 മണിക്കാണ്. അതിന് കാത്തിരിക്കുകയാണ് രാജ്യം. 7 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ള സൂചനകൾ പുറത്തുവരുന്നു. നമ്മുടെ കേരളത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഏപ്രിൽ 15-ന് ശേഷമായിരിക്കും തെരഞ്ഞെടുപ്പ് എന്നുള്ള സൂചനകൾ പുറത്തുവരുന്നുണ്ട്. എന്തായാലും പ്രഖ്യാപനത്തിനായി എല്ലാവരും കാത്തിരിക്കുന്നു. ബി ദിലീപ് കുമാർ കൂടി നമുക്കൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. ദിലീപ് കുമാർ, നാളെ പ്രഖ്യാപനം വരാൻ പോകുന്നു. ഇപ്പോൾ തന്നെ വിവിധ ഘട്ടങ്ങളിലായി സ്ഥാനാർത്ഥി പട്ടിക പല രാഷ്ട്രീയ പാർട്ടികളും പുറത്തിറക്കിയിട്ടുണ്ട്. BJP ആണെങ്കിൽ ഏതാണ്ട് 280ഓളം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് ആണെങ്കിൽ 100-ൽ താഴെ സ്ഥാനാർത്ഥികൾ. നമ്മുടെ കേരളത്തിലും സ്ഥാനാർത്ഥി നിർണയം ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. വളരെ കുറച്ച് സീറ്റുകളിൽ മാത്രമാണ് ഇനി പ്രഖ്യാപനം ബാക്കിയുള്ളത്. ഈ ഘട്ടത്തിൽ സഖ്യ സാധ്യതകൾ ബാക്കിയുള്ള ഇടങ്ങളിൽ, സഖ്യ ചർച്ചകൾ ബാക്കിയുള്ള ഇടങ്ങളിൽ, സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനുള്ള ഇടങ്ങളിലൊക്കെ വളരെ വേഗത്തിലുള്ള നടപടി ഇനിയുള്ള മണിക്കൂറുകളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കണമല്ലേ ബി ദിലീപ് കുമാർ?
റിജിത്ത്, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ വൈകിട്ട് 3 മണിക്കാണ് ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച തീയതികൾ പ്രഖ്യാപിക്കുക. വിവിധ ഘട്ടങ്ങളിലായിരിക്കും തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 2014 അത് 9 ഘട്ടമായിരുന്നെങ്കിൽ 2019 എത്തിയപ്പോൾ 7 ഘട്ട തെരഞ്ഞെടുപ്പാണ് നടന്നിരുന്നത്. കഴിഞ്ഞ ഏപ്രിൽ 11 മുതൽ 2019 ഏപ്രിൽ 11 മുതൽ മെയ് 11 വരെ 7 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുകയും മെയ് 23 വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കുകയുമായിരുന്നു. നിലവിലെ ലോക്സഭയുടെ കാലാവധി ജൂൺ 16 അവസാനിക്കുകയാണ്. ഏതായാലും ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ടായിരിക്കും ഈ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുക. ഇതിനകം തന്നെ കേരളത്തിലൊക്കെ തെരഞ്ഞെടുപ്പ് രംഗം വളരെ സജീവമായി കഴിഞ്ഞു. 4 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ മാത്രമാണ് ഇനി BJP പ്രഖ്യാപിക്കാനുള്ളത്. UDFും LDFും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. വയനാട്ടിൽ രാഹുൽ ഗാന്ധി എത്തുന്നു വീണ്ടും മത്സരിക്കുന്നു എന്ന സവിശേഷത കൂടിയുണ്ട്. അവിടെ രാഹുൽ ഗാന്ധിയെ നേരിടുന്നത് CPI നേതാവ് ആനി രാജയാണ്. ദേശീയ തലത്തിൽ അത് ചർച്ചയായത് ഇന്ത്യ സഖ്യത്തിലുള്ള 2 പാർട്ടികളാണ്. ആ പാർട്ടികൾ തന്നെ വയനാട്ടിൽ ഏറ്റുമുട്ടുന്നു എന്ന സവിശേഷതയോടുകൂടിയാണ്. അതേസമയം മറ്റു ചില സംസ്ഥാനങ്ങളിലൊക്കെ ഇനിയും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് ധാരണയാകേണ്ടതുണ്ട്. പക്ഷേ NDAയെ സംബന്ധിച്ച് ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും അവർ സീറ്റ് ധാരണയിലെത്തിയിട്ടുണ്ട്. ഇനി പ്രഖ്യാപിക്കാൻ 257 സ്ഥാനാർത്ഥികളെ ഇതിനകം തന്നെ BJP പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും വാരണാസിയിൽ ജനവിധി തേടും എന്ന കാര്യവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമിത്ഷാ ഗാന്ധിനഗറിൽ, നിതിൻ ഗഡ്കരി നാഗ്പൂരിൽ, അങ്ങനെ ആ നിലയിൽ അവരുടെ സ്ഥാനാർത്ഥി പട്ടിക ഇതിനകം വന്നു കഴിഞ്ഞു. കോൺഗ്രസ് ആകട്ടെ 82 സ്ഥാനാർത്ഥികളെയാണ് ഇതിനകം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇനിയും ഒട്ടേറെ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിക്കാനുണ്ട്. അതിൽ തന്നെ റായ്ബറേലിയിൽ സോണിയാഗാന്ധി മത്സരിച്ച് വിജയിച്ചിരുന്ന റായ്ബറേലിയിൽ അവിടെ ഇപ്പോൾ സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി വരുമോ എന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ്. അമേത്തിയിൽ കോൺഗ്രസിൻ്റെ പരമ്പരാഗത മണ്ഡലമായിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണ സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ച് വിജയിച്ച അമേത്തിയിൽ വീണ്ടും രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്നതൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. BJPയെ സംബന്ധിച്ച് വളരെ ആത്മവിശ്വാസത്തിലാണ്. കാരണം ഇതിനകം പുറത്തു വന്നിട്ടുള്ള അഭിപ്രായ സർവേകളൊക്കെ BJPക്ക് വലിയ ഭൂരിപക്ഷം പ്രവചിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും BJP മുന്നോട്ട് വെച്ചിരിക്കുന്ന, പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചിരിക്കുന്ന 400 പാർ 400-ന് മുകളിൽ സീറ്റ് എന്ന ആ മുദ്രാവാക്യത്തിലേക്ക്, ആ ലക്ഷ്യത്തിലേക്ക് അവർക്ക് എത്തുന്നതിന് ചില സംസ്ഥാനങ്ങളെങ്കിലും കേരളം, തമിഴ്നാട്, തെലങ്കാന, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ തടസ്സമാകും എന്ന് അവർ കണക്കുകൂട്ടുന്നു. ആ സംസ്ഥാനങ്ങളിൽ തന്നെ മികച്ച വിജയം കൊയ്ത് സീറ്റുകളുടെ എണ്ണം കൂട്ടുക എന്നതാണ് BJPയെ സംബന്ധിച്ച് അവർ ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ തവണ 303 സീറ്റുകൾ BJPക്ക് മാത്രവും NDAക്ക് ഏതാണ്ട് 356 സീറ്റുകൾ എന്ന നിലയിലായിരുന്നു. കോൺഗ്രസ് ആകട്ടെ അതിൻ്റെ ചരിത്രത്തിലെ വലിയൊരു തോൽവിയാണ് കഴിഞ്ഞ തവണയും നേരിട്ടത്. ഇത്തവണ ഇന്ത്യ സഖ്യത്തിന് ഏതാണ്ട് 105 സീറ്റുകൾ മാത്രം ലഭിക്കും. കോൺഗ്രസിന് 49 സീറ്റുകളിലേക്ക് ഒതുങ്ങേണ്ടി വരുമെന്ന് അഭിപ്രായ സർവേകൾ പറയുന്നുണ്ട്. പക്ഷേ ഈ അഭിപ്രായ സർവേകൾക്കപ്പുറം അടിയൊഴുക്കുകൾ ഉണ്ടോ എന്നതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് രംഗം സജീവമാകുന്നതോടുകൂടിയേ അറിയാൻ കഴിയൂ. നിലവിൽ BJP വലിയ ആത്മവിശ്വാസത്തിൽ അവർ ഇതിനകം തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള അവരുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ, രാമക്ഷേത്രമായാലും അതോടൊപ്പം തന്നെ ഈ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടായാലും അതൊക്കെ നടപ്പാക്കിയത് അത് തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഈ ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് ലഭ്യമാക്കാൻ സഹായിക്കും എന്ന പ്രതീക്ഷയിലാണ് BJP. മാത്രമല്ല 2029 ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിലേക്ക് നീങ്ങുന്നതിന് കഴിഞ്ഞ ദിവസമാണ് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൻ്റെ നേതൃത്വത്തിലുള്ള സമിതി റിപ്പോർട്ട് നൽകിയത്. അങ്ങനെ ആ നിലയിൽ BJPയെ സംബന്ധിച്ച് വീണ്ടും നരേന്ദ്രമോദിക്ക് 3-ാം ഊഴം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന ആത്മവിശ്വാസം BJP കേന്ദ്രങ്ങൾക്കുണ്ട്. പക്ഷേ ഇന്ത്യ സഖ്യമാകട്ടെ വലിയൊരു അട്ടിമറിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുന്നത്. അവരെ സംബന്ധിച്ച് ഭരണത്തിലേക്ക് എത്താൻ കഴിയും എന്ന പ്രതീക്ഷ ഇപ്പോഴുമുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തിലേക്ക് കടക്കുമ്പോൾ പല സംസ്ഥാനങ്ങളിലും ഇന്ത്യ സഖ്യം എന്നത് ആ അർത്ഥത്തിൽ വന്നിട്ടില്ല. പല സംസ്ഥാനങ്ങളിലും ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ തമ്മിൽ ചേരിതിരിഞ്ഞ് മത്സരിക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. റീജിത്ത്, ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, തെരഞ്ഞെടുപ്പ് നാളെ പ്രഖ്യാപിക്കാനിരിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലാണുള്ളത്. അദ്ദേഹം തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലെ പരിപാടി കഴിഞ്ഞ് നേരെ പത്തനംതിട്ടയിലെത്തുന്നു. അവിടെ അദ്ദേഹം എന്തൊക്കെയായിരിക്കും കോൺഗ്രസിനെതിരായ വിമർശനങ്ങൾ, ഏതെങ്കിലും സുപ്രധാനമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നതൊക്കെ കാത്തിരിക്കുകയാണ് ദേശീയ രാഷ്ട്രീയം. റീജിത്ത്.
ശരി, ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നാളെ നടക്കാൻ പോകുന്നു. രാജ്യം കാത്തിരിക്കുന്ന പ്രഖ്യാപനം. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം. അതിൽ തീയതികൾ പ്രഖ്യാപിക്കാൻ പോകുന്നു. 7 ഘട്ടമായി തെരഞ്ഞെടുപ്പ് എന്ന സൂചനകൾ പുറത്തുവരുന്നു. അവസാന മണിക്കൂറുകളിൽ എന്തെങ്കിലും വലിയ പ്രഖ്യാപനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നുള്ളത് ശ്രദ്ധേയമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലാണുള്ളത്. എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ അവിടെ ഉണ്ടാകുമോ എന്നുള്ളതും ശ്രദ്ധയോടുകൂടി ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുകയാണ്. ആന്ധ്ര, അരുണാചൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികളും പ്രഖ്യാപിക്കാൻ പോകുന്നു. ഇനി സീറ്റ് ധാരണകൾ പൂർത്തിയാക്കാനുള്ള ഇടങ്ങളിൽ വളരെ വേഗത്തിലുള്ള നടപടികൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. കേരളത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഏപ്രിൽ 15-ന് ശേഷം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിലുള്ള സൂചനകൾ. നാളെ അത് സംബന്ധിച്ച തീയതി പുറത്തു വരാൻ പോകുന്നു. സജീവ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് ഇപ്പോൾ തന്നെ കേരളത്തിലെ മുന്നണികൾ കടന്നു കഴിഞ്ഞിട്ടുണ്ട്. വളരെ ചുരുക്കം സീറ്റുകളിൽ മാത്രമാണ് പൂർണ്ണ അർത്ഥത്തിൽ സ്ഥാനാർത്ഥി ചിത്രം തെളിയാൻ ബാക്കിയുള്ളത്. അതും വളരെ വേഗത്തിൽ തെളിയാൻ പോകുന്നു. ഇനി ഞങ്ങളുടെ റീജിയണൽ മേധാവിമാർ തയ്യാറാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ, ഒപ്പം തന്നെ കൊച്ചിയിൽ നിന്ന് എ ശ്രീകാന്ത്, കോഴിക്കോട്ട് നിന്ന് ദീപക് ധർമ്മടം എന്നിവർ നമുക്കൊപ്പം വിവരങ്ങളുമായി വിശകലനങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം ഷഫീദ് റാവുത്തറിലേക്ക്. ഷഫീദ്, കേരളത്തിൽ ഇപ്പോൾ തന്നെ പ്രചാരണം കൊഴുപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് മുന്നണികൾ. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വളരെ കുറച്ച് സീറ്റുകളിൽ മാത്രമാണ് പൂർണ്ണ അർത്ഥത്തിൽ സ്ഥാനാർത്ഥി ചിത്രം തെളിയാൻ ബാക്കിയുള്ളത്. നാളെ പ്രഖ്യാപനം വരാനിരിക്കെ ഇനി സജീവ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് മുന്നണികൾ കടക്കാൻ പോകുന്നു. പൊതുവായി തെക്കൻ കേരളത്തിൻ്റെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ എങ്ങനെ, മുന്നണികളുടെ പ്രതീക്ഷകൾ എങ്ങനെ? ഷഫീദ് റാവുത്തർ. രജിത്ത്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരും മുൻപ് തന്നെ ആദ്യഘട്ട പ്രചരണം അത് മുന്നണികൾ കേരളത്തിൽ നടത്തിയിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ തന്നെ LDF ആകട്ടെ UDF ആകട്ടെ സജീവ പ്രചരണ പരിപാടികളിലേക്ക് കടന്നു. BJPയും അവരുടെ ക്യാമ്പയിനുകൾ, കൺവെൻഷനുകളുമായി മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ തവണ കേരളത്തിൽ 20-ൽ 19 UDFന് എന്നുള്ള അവസ്ഥയായിരുന്നു. ആ രീതിയിലായിരുന്നു UDFന് നേട്ടം കൊയ്യൽ. ഒറ്റ സീറ്റിലേക്ക് LDFന് ഒതുങ്ങേണ്ടി പോയൊരു സാഹചര്യമുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ, ആ ദുരനുഭവം മുന്നിൽ കണ്ടുകൊണ്ട് ഇക്കുറി ഒരു പടി മുന്നിൽ വയ്ക്കുകയായിരുന്നു LDFന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രം. സ്ഥാനാർത്ഥി നിർണ്ണയം അടക്കമുള്ള കാര്യങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കിയ ആദ്യഘട്ടം, അല്ലെങ്കിൽ ആദ്യം തന്നെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ സജീവമാകാൻ കഴിഞ്ഞെന്നുള്ള ആത്മവിശ്വാസം അത് LDF ക്യാമ്പിനെ സംബന്ധിച്ച്, ഇടത് ക്യാമ്പിനെ സംബന്ധിച്ചിട്ട് ഉണ്ട്. UDFനെ സംബന്ധിച്ച ലീഗിന്റെ അധിക സീറ്റ് ആവശ്യമടക്കമുള്ള കാര്യങ്ങൾ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലടക്കം വലിയ തരത്തിലുള്ള തിരിച്ചടി ആയെങ്കിൽ കൂടി കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടി സിറ്റിംഗ് എംപിമാരെ അടക്കം പരീക്ഷിച്ച വന്ന മാറ്റങ്ങൾ, അതായത് പുതുതായി വന്ന ചില മാറ്റങ്ങൾക്കനുസരിച്ച് ചില നിലപാടുകൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളത് UDFനെ സംബന്ധിച്ച് അവരുടെ ആത്മവിശ്വാസമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. BJP ആകട്ടെ ഇക്കുറി അവരുടെ ഇലക്ഷൻ സ്ട്രാറ്റജിയിൽ കാര്യമായ മാറ്റം വരുത്തിയിട്ടുണ്ട്. കേരളത്തിൽ അവരുടെ സ്റ്റാർ ക്ലാസ് മണ്ഡലങ്ങളിലടക്കം കേന്ദ്രമന്ത്രിമാരെ പരീക്ഷിക്കുന്നു. അത് തൃശ്ശൂരിൽ നമ്മൾ കണ്ടു. സുരേഷ് ഗോപിയുടെ പേര് ആദ്യഘട്ടം തന്നെ ചർച്ചയായി. തെരഞ്ഞെടുപ്പ് അതിൻ്റെ ചൂടിലേക്ക് എത്തും മുൻപ് തന്നെ സുരേഷ് ഗോപി തൃശ്ശൂരിൽ കളമുറപ്പിച്ചിരുന്നു. തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും കേന്ദ്രമന്ത്രിമാർ BJP സ്ഥാനാർത്ഥികളാകുമ്പോൾ അവിടെ അടക്കം അവർ പങ്കുവയ്ക്കുന്ന പ്രതീക്ഷ അത് വളരെ വലുതാണ് എന്നുള്ള കാര്യവും ഏറ്റവും ശ്രദ്ധേയമാണ്. മുൻപ് B. ദിലീപ് കുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യ മുന്നണി അടക്കമുള്ള വിവിധ വിഷയങ്ങൾ അത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ, തെരഞ്ഞെടുപ്പ് കളത്തിൽ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി അത് സംസ്ഥാനത്തിലേക്ക് എത്തുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രവുമല്ല, കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ LDFും UDFും തമ്മിൽ നേർക്കുനേർ വരുന്നു. അതടക്കം വലിയ തരത്തിലുള്ള വിഷയമാണ്. ഇന്നും CPM സംസ്ഥാന സെക്രട്ടറി ഇന്ത്യ മുന്നണിയിൽ അവിശ്വാസമുണ്ട് എന്ന തരത്തിലേക്കുള്ള പ്രതികരണം നടത്തിയിരുന്നു. ആ രീതിയിൽ ഇന്ത്യ മുന്നണി കേരളത്തിൽ ചർച്ചയാകുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യമാകട്ടെ, പൗരത്വ ഭേദഗതി നിയമത്തിൽ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന നിലപാട്, അതിനെ എതിർത്തുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ എടുക്കുന്ന നിലപാട് തെരഞ്ഞെടുപ്പിൽ ഗുണകരമാകും, അത് ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താൻ സഹായിക്കുമെന്നുള്ളൊരു വിലയിരുത്തൽ LDFനെ സംബന്ധിച്ച്, ഇടത് ക്യാമ്പിനെ സംബന്ധിച്ചിട്ടുണ്ട്. കോൺഗ്രസ് കൃത്യമായി അതിന് മറുപടി നൽകുന്നില്ല, അഭിപ്രായം പറയുന്നില്ല എന്നുള്ള ഒരു ചർച്ച കൂടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ LDF ഉയർത്തുന്നുണ്ട്. UDFനെ സംബന്ധിച്ച് അവർ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അത് കേരളത്തിൽ വികസന അജണ്ട എന്നതിനപ്പുറത്തേക്ക് LDF കാണിക്കുന്ന ചില ഇരട്ടത്താപ്പുകളാണ്. അത് UDF ക്യാമ്പും ചർച്ചയാക്കുന്നുണ്ട്. BJPയെ സംബന്ധിച്ച് ഒരു പുതിയ നാമ്പ് അത് കേരളത്തിൽ മുട്ടിട്ടാൽ അത് വലിയ തരത്തിലുള്ള നേട്ടമാക്കി മാറ്റാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി അടക്കം ഇന്ന് പത്തനംതിട്ടയിലേക്ക് എത്തുന്നത്. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ കൺവെൻഷനുകൾ അടക്കമുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് കേരളത്തിൽ ഇക്കുറി ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒപ്പം തന്നെ കോഴിക്കോട്ട് നിന്ന് ദീപക് ധർമ്മടം കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദീപക് ധർമ്മടം, മലബാറിലെ പൊതുവായ രാഷ്ട്രീയ സാഹചര്യം, തെരഞ്ഞെടുപ്പ് പ്രചാരണം, വിശകലനങ്ങൾ നമുക്കൊപ്പം പങ്കുവയ്ക്കും. ദീപക് ധർമ്മടം, ഈ വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം, അതുമായി ബന്ധപ്പെട്ട് ഈ ഘട്ടത്തിൽ ഇടതുമുന്നണി ഉയർത്തിയ വിമർശനങ്ങൾ, ദേശീയ രാഷ്ട്രീയം ശ്രദ്ധയോടുകൂടി വയനാട്ടിലെ സാഹചര്യം ഉറ്റുനോക്കുന്ന പശ്ചാത്തലം, ഒപ്പം തന്നെ CAA സജീവ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമായി നിൽക്കുന്ന സാഹചര്യം, ഇതിനൊക്കെ ഇടയിൽ മലബാറിലെ മുന്നണികളുടെ പ്രതീക്ഷകൾ, പ്രചാരണത്തിൻ്റെ വേഗം എങ്ങനെ? ദീപക് ധർമ്മടം.
റീജിത്ത്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വരുന്നതിനും ഏറെ നാള് മുൻപ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചും അല്ലാതെയുമുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലേക്ക് നേരത്തെ തന്നെ മൂന്ന് മുന്നണികളും, അത് LDF ആണ് ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. പക്ഷേ എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ആദ്യം തന്നെ കളത്തിലിറങ്ങിയത് പ്രധാനമന്ത്രി ഇറക്കിക്കൊണ്ട് NDA മുന്നണിയാണ്, BJP ആണ്. ഗുരുവായൂരിലും തൃശ്ശൂരിലും തൃപ്രയാറിലും കൊച്ചിയിലും എല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി. ഇന്നിപ്പോൾ പത്തനംതിട്ടയിലും എത്തുന്നു. കോൺഗ്രസും ആ രീതിയിൽ തന്നെ പ്രചരണത്തിന് നേതൃത്വം നൽകി. കോൺഗ്രസിന്റെ ദേശീയ തലത്തിലുള്ള സംഘടനാ ജനറൽ സെക്രട്ടറിയെ ഉൾപ്പെടെ കേരളത്തിലേക്ക് കളത്തിലിറക്കി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ എന്നാൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 19 സീറ്റ് UDF പിടിച്ചു, ഒരു സീറ്റ് മാത്രം LDF-നായ ഒരു സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപുള്ള പ്രചരണ ഘട്ടത്തിൽ പ്രവചനാതീതമായി മാറുന്നു പല മണ്ഡലങ്ങളും എന്നുള്ളത് തന്നെയാണ് ആദ്യ ലാപ്പിൽ നമ്മൾ എടുത്തു പറയേണ്ട രാഷ്ട്രീയ യാഥാർത്ഥ്യം. അതായത് വലിയ രീതിയിലുള്ള ഒരു സ്വീപ്പ് നടന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. വിവിധ ഘടകങ്ങൾ ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി കേരളത്തിൽ നിന്നും വയനാട്ടിൽ നിന്നും രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. ശബരിമല തരംഗം ആഞ്ഞടിച്ചു. വിശ്വാസികളുടെ വോട്ട് ഇടത് ക്യാമ്പിനെതിരായി മാറി. ഇത്തരത്തിലുള്ള നിരവധി ഘടകങ്ങളുണ്ട്. ഇന്നാണെങ്കിൽ രാമക്ഷേത്രം ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു. CAA ദേശീയ തലത്തിൽ പൗരത്വ ഭേദഗതി ബില്ലും അതുപോലെ പൗരത്വ രജിസ്റ്റർ വരുന്നത് ചർച്ച ചെയ്യപ്പെടുന്നു. ഇതെല്ലാം കേരളത്തിൽ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നിർണായകം. ദേശീയ തലത്തിന് വിപരീത ദിശയിലായിരിക്കും കേരളം സഞ്ചരിക്കുക ഈ കാര്യത്തിൽ എന്നുള്ളത് പ്രാഥമികമായി നമുക്ക് വിലയിരുത്താൻ പറ്റും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 19 സീറ്റ് UDF നേടി വലിയ ആധിപത്യം കാഴ്ചവെച്ച ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് കൃത്യമായി പ്രവചനാതീതമാകുന്നു പല മണ്ഡലങ്ങളും, അല്ലെങ്കിൽ ഭൂരിപക്ഷ മണ്ഡലങ്ങളും. 10ലേറെ മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പിൽ ആധിപത്യം ആർക്കെന്ന് ചോദിച്ചാൽ കൃത്യമായി പറയാൻ പറ്റാത്ത അവസ്ഥ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപുള്ള പ്രചരണത്തിൽ തന്നെ എത്തിക്കഴിയുന്നു എന്നുള്ളതാണ് കേരളത്തിലെ ഒരു സവിശേഷ സാഹചര്യം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. റീജിത്ത്. ശരി, ദീപക് ധർമ്മടം കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഒപ്പം തന്നെ കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീകാന്ത്, മധ്യകേരളത്തിലെ മണ്ഡലങ്ങൾ, ശക്തമായ പോരാട്ടം നടക്കാൻ പോകുന്ന ഇടങ്ങൾ, തൃശ്ശൂരിലൊക്കെ ശക്തമായ തീപാറും പോരാട്ടം തന്നെ നടക്കാൻ പോകുന്ന പശ്ചാത്തലം, നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപിക്കാൻ പോകുന്നു. മധ്യകേരളത്തിന്റെ പൊതുവായ കാഴ്ചകൾ, വിലയിരുത്തലുകൾ ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് ശ്രീകാന്ത്? നേരത്തെ ദീപക് ധർമ്മടം പറഞ്ഞ് അവസാനിപ്പിച്ചിടത്തൊന്നും തുടങ്ങുകയാണെങ്കിൽ ഈ മധ്യകേരളത്തിലും ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കളം നിറഞ്ഞത് LDF ആണ്. ഏറ്റവും ആദ്യം അവരുടെ സ്ഥാനാർത്ഥികൾക്ക് പ്രചാരണവുമായി ജനങ്ങളുടെ അടുത്തേക്ക് എത്താൻ സാധിച്ചു എന്നുള്ളത് ഇതിൽ എടുത്തു പറയേണ്ടതാണ്. ആ ഒരു മുൻതൂക്കം അവർക്കുണ്ട്. പക്ഷേ തൊട്ടു പിന്നാലെ തന്നെ സ്ഥാനാർത്ഥികളെ, ജനകീയരായ സ്ഥാനാർത്ഥികളെ, കരുത്തരായ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കോൺഗ്രസും UDF-ഉം പിന്നാലെ തന്നെ എത്തി. ഇതിൽ പല ആളുകളും, മിക്കവാറും ആളുകളും സിറ്റിംഗ് MP-മാരാണ്. അതിൽ തൃശ്ശൂരിൽ മാത്രമാണ് TN പ്രതാപനെ മാറ്റി K മുരളീധരനെ വടകരയിൽ നിന്നും കൊണ്ടുവന്ന ഒരു പരീക്ഷണം നടത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരു നീക്കം ഒഴിച്ചാൽ ബാക്കി സിറ്റിംഗ് MP-മാർ ജനകീയരായ നേതാക്കൾ തന്നെയാണ് അവർക്കായും കളത്തിലിറങ്ങുന്നത്. പക്ഷേ ഇവിടെ എറണാകുളത്തും ഇടുക്കിയിലുമൊക്കെ തന്നെ BJP-യെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥികളെ ഇനിയും പ്രഖ്യാപിക്കാനുണ്ട്. BJP സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ, NDA സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഇനിയും ഇതിൽ തീരുമാനമായിട്ടില്ല. ഒരു പക്ഷേ അടുത്ത ഘട്ടത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാകും. ആ തരത്തിൽ നോക്കിയാൽ BJP പ്രചാരണ രംഗത്ത് പിന്നാക്കമാണ്. പക്ഷേ തൃശ്ശൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ, ഏറ്റവും സ്റ്റാർ മണ്ഡലം ഉൾപ്പെടുന്നത് മധ്യകേരളത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ത്രികോണ മത്സരം നടക്കുന്ന BJP അവരുടെ A+ മണ്ഡലം എന്ന് കരുതുന്ന തൃശ്ശൂരടക്കം ഈ മധ്യകേരളത്തിലാണ് ഉൾപ്പെടുന്നത്. അവിടെ TN പ്രതാപനെ മാറ്റി K മുരളീധരനെ കൊണ്ടുവന്ന് കോൺഗ്രസ് മത്സരം കടുപ്പിച്ചിട്ടുണ്ട്. ജനകീയനായ സ്ഥാനാർത്ഥി എന്ന നിലയിൽ LDF സുനിൽകുമാർ, VS സുനിൽകുമാറിനെയാണ് കളത്തിലിറക്കിയിരിക്കുന്നത്. അത്തരത്തിൽ തൃശ്ശൂരാണ് ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം എന്ന നിലയിൽ എടുത്തു പറയേണ്ടത്. തൊട്ടു പിന്നാലെ വരുന്നത് ഇടുക്കിയാണ്. ഇടുക്കിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വന്യമൃഗ ശല്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ LDF-ന്, ഭരണകക്ഷിക്ക് വലിയ തടസ്സമായി നിൽക്കുന്നുണ്ട്. അവർ അതിൽ വലിയ പ്രതിരോധത്തിലുമാണ്. കോൺഗ്രസ് ഈ വിഷയം ഉന്നയിച്ച്, UDF ഈ വിഷയം ഉന്നയിച്ച് വലിയ തോതിൽ പ്രചാരണ രംഗത്ത് മുൻതൂക്കം നേടിയിട്ടുമുണ്ട്. ആ നിലയ്ക്ക് ഏത് തരത്തിലായിരിക്കും വോട്ടുകൾ മറിയുന്നത് എന്നുള്ളത് ഇടുക്കിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം പാലക്കാട് എടുക്കുകയാണെങ്കിൽ സിറ്റിംഗ് MP മത്സരിക്കുന്നു. ഒപ്പം LDF ഇറക്കിയിരിക്കുന്നത് ശക്തമായ സ്ഥാനാർത്ഥിയാണ്. BJP അവരുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ പാലക്കാട് നഗരസഭയിലെ അവരുടെ മെമ്പറൊക്കെ ആയിരുന്ന, കൗൺസിലറൊക്കെ ആയിരുന്ന വ്യക്തിയെ തന്നെ, കൃഷ്ണകുമാറിനെ തന്നെ മത്സരത്തിനായി കളത്തിലിറക്കിയിരിക്കുന്നു. അവിടെയും ശക്തമായ മത്സരം നടക്കുന്നു. കോട്ടയത്തേക്ക് വരികയാണെങ്കിൽ കേരള കോൺഗ്രസുകാർ തമ്മിലുള്ള പോര് നടക്കുകയാണ്. ഫ്രാൻസിസ് ജോർജും അതോടൊപ്പം തന്നെ തൊട്ടുപുറത്ത് തോമസ് ചാഴിക്കാടനും മത്സരരംഗത്തുണ്ട്. കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള പോര് അവിടെയും നടക്കുന്നു. അത്തരത്തിൽ ശക്തമായ പോരാട്ടം നടക്കുന്ന സ്ഥലം തന്നെയാണ് മധ്യകേരളം എന്ന് പറയുന്നതും. പൊതുവായ രീതിയിൽ, പൊതുവായി എടുത്താൽ BJP-ക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രതീക്ഷയുള്ള ഒരു സ്ഥലം, ഒരു മണ്ഡലം എന്നത്
തൃശ്ശൂരാണ്, അത് വരുന്നത് മധ്യ കേരളത്തിലുമാണ്. ശരി, കേരളത്തിലെ സജീവമായ തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ, വിവാദ വിഷയങ്ങൾ, സ്ഥാനാർത്ഥികളുടെ മികവ്, ഇതൊക്കെ ഏത് തരത്തിലായിരിക്കും തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കാൻ പോകുന്നത് എന്നുള്ളത് ശ്രദ്ധയോടുകൂടി രാഷ്ട്രീയ കേരളവും ഉറ്റുനോക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം നാളെ വരാൻ പോകുന്നു. ഉച്ചതിരിഞ്ഞ് 3 മണിക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി തീയതികൾ പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് തന്നെ നമ്മൾ തെരഞ്ഞെടുപ്പ് തീയതി നാളെ വൈകിട്ട് 3 മണിക്ക് പ്രഖ്യാപിക്കാനിരിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം പത്തനംതിട്ടയിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം കേരളത്തിലെത്തും. പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് പരിപാടി നടക്കാൻ പോകുന്നത്. 3 മാസത്തിനിടെ ഇത് 4ാം തവണയാണ് നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുന്നത്. ഹാഷ്മി താജ് ഇബ്രാഹിം ചേരുന്നുണ്ട് വിവരങ്ങളുമായി നമുക്കൊപ്പം. ഹാഷ്മി, നാളെ 3 മണിക്ക് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാൻ പോകുന്നു. അതിനു മുമ്പേ പ്രധാനമന്ത്രിയുടെ പരിപാടി കേരളത്തിലാണ്. എന്തെങ്കിലും തരത്തിലുള്ള വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യം ദേശീയ രാഷ്ട്രീയം തന്നെ ശ്രദ്ധയോടുകൂടി ഉറ്റുനോക്കാൻ പോകുന്നു. വലിയ രാഷ്ട്രീയ പ്രാധാന്യം ആ പരിപാടിക്കുണ്ട്. വിവരങ്ങൾ എന്താണ് ഹാഷ്മി താജ് ഇബ്രാഹിം? പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. 100 ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ടായിരുന്നു. നമുക്കറിയാമുള്ള ഇതിലെ പ്രാധാന്യം നാളെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാൻ പോകുന്നു. അതിനു മുമ്പ് വമ്പൻ പ്രഖ്യാപനങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. അതിൽ പ്രധാനം ഇപ്പോൾ കേരളത്തിലെ BJPയുടെ പ്രചാരണ തന്ത്രങ്ങൾ എന്താണ്, ഏതൊക്കെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് അവരുടെ ഇലക്ഷൻ അജണ്ട എന്നതിൽ കൃത്യമായ സന്ദേശം എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പൗരത്വ ഭേദഗതി, ഇവിടെ ആന്റണിയുടെ പുൽവാമ പരാമർശം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് BJP പ്രവർത്തകർ കരുതുന്നുണ്ട്. കാത്തിരുന്ന് കാണാം. എന്തായാലും ഇവിടെ വേദിയിൽ പൊതുയോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പത്മജ വേണുഗോപാലും അനിൽ ആന്റണിയും ഒരുമിച്ചിരിപ്പുണ്ടായിരുന്നു വേദിയിൽ അല്പസമയം മുൻപ് വരെ. അനിൽ ആന്റണി സംസാരിച്ചു, പത്മജ പറയുന്നത് കെ മുരളീധരന് വേണ്ടി പരവതാൻ വിരിച്ചിട്ടാണ് താൻ അവിടെ നിന്ന് ഇറങ്ങിയത് എന്ന് പറയുന്നുണ്ട് പത്മജ വേണുഗോപാൽ. അപ്പോൾ 2 മുൻ മുഖ്യമന്ത്രിമാരുടെ എ കെ ആന്റണിയുടെ മകന്റെ ഇലക്ഷൻ പ്രചരണത്തിനായി കെ കരുണാകരന്റെ മകൾ വരുന്നു എന്നൊരു പ്രത്യേകത കൂടി ഈ വേദിക്കുണ്ടായിരുന്നു. എന്തായാലും അതങ്ങനെ സജീവമായി പുരോഗമിക്കുകയാണ്. റീത്തിന് അറിയാം, ഇത് പത്തനംതിട്ടയിൽ നടക്കുന്ന കേവലം ഒരു പ്രചരണ പരിപാടി ഉദ്ഘാടനം മാത്രമല്ല, സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്ന ആ ദിവസത്തിന് തൊട്ടു തലേന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നു. പത്തനംതിട്ടയിലെ മാത്രം ഒരു പ്രചരണ തുടക്കമല്ല, കേരളത്തിലെ ഔദ്യോഗികമായ പ്രചരണ തുടക്കം നടത്താൻ പോവുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇവിടെ നേരത്തെ രജിത്ത് പറയുന്നതുപോലെ 3 മാസത്തിൽ 4 തവണ വന്നു എന്നൊക്കെ പറയുമ്പോൾ പോലും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങോട്ടേക്ക് വരുന്നു എന്ന പ്രത്യേകത കൂടി ഈ പ്രചരണ റാലിക്കുണ്ട്. കേരളം മാത്രമല്ല, അല്ലെങ്കിൽ പത്തനംതിട്ട മാത്രമല്ല, കേരളം മാത്രമല്ല, തെക്ക് ഒന്നാകെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ BJPയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വലിയ ശ്രമങ്ങൾ നമ്മൾ കഴിഞ്ഞ നാളുകളിൽ കാണുന്നുണ്ട്. പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പോയി തന്നെയാണ് തമിഴ്നാട്ടിലാവട്ടെ, തെലങ്കാനയിലാവട്ടെ, കർണാടകയിലാവട്ടെ, ആന്ധ്രാപ്രദേശിലാവട്ടെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പോയി ഒരുപിടി റാലികൾ നടത്തുന്നതിന് മുമ്പേ നമ്മൾ കണ്ടു. അപ്പോൾ എക്സ്റ്റെൻസീവായി ഓപ്പറേഷൻ സൗത്ത് അല്ലെങ്കിൽ മിഷൻ സൗത്ത് എന്നതിലേക്ക് BJP അതിന്റെ നേതൃത്വം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുക്കുന്നു. അതിന്റെ തുടക്കം അതായത് പത്തനംതിട്ടയിൽ നിന്നിപ്പോൾ പ്രചരണം തുടങ്ങുകയാണ്. ഇത് കഴിഞ്ഞാൽ നേരെ കൊച്ചുവഴി തെലങ്കാനയിലേക്കാണ്. തെലങ്കാനയിൽ അടക്കമുള്ള നമുക്കറിയാം, സൗത്ത് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ 5-6 സംസ്ഥാനങ്ങളായി 127 സീറ്റുകളുണ്ട്. അതിൽ 26-27 സീറ്റുകൾ മാത്രമാണ് BJPയുടെ കൈവശമുള്ളത്. അതിൽ പരമാവധി കൂടുതൽ സീറ്റുകൾ പിടിക്കുക. നമുക്കറിയാം BJPയുടെ ഇക്കുറി ലക്ഷ്യം ഇസ് ബാർ 400 പാർ എന്നുള്ളതാണ്. ഇക്കുറി 400 സീറ്റിന് മുകളിൽ എന്ന ഔദ്യോഗികം പ്രഖ്യാപിച്ചിട്ടാണ് BJP. അപ്പോൾ ആ ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുമ്പോൾ പരമാവധി തെക്കൻ സംസ്ഥാനങ്ങളിൽ പരമാവധി സീറ്റുകൾ സമാഹരിക്കുക എന്ന ലക്ഷ്യത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അത് പത്തനംതിട്ടയിൽ എ കെ ആന്റണിയുടെ പുത്രൻ അനിൽ കെ ആന്റണിയുടെ പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ്. റിജിത്ത്, അല്പസമയത്തിന് പ്രധാനമന്ത്രി പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ വിമാനമിറങ്ങാൻ പോകുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ടൊരു പരമാവധി ഹാർഡ്ലി ഒരു 5 കിലോമീറ്റർ മാത്രമാണ് ബാക്കി. അവിടെ നിന്ന് റോഡ് മാർഗം ഇങ്ങോട്ടേക്ക് അല്പം ഒന്ന് വൈകുന്നുണ്ട്. 1 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. അല്പം ഒന്ന് വൈകുന്നുണ്ട് പ്രധാനമന്ത്രി. പക്ഷേ അക്ഷമയോടെ ഇവിടുത്തെ പാർട്ടി പ്രവർത്തകർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാത്ത് ഈ സമ്മേളന വേദിക്ക് പുറത്തും അകത്തുമായി നിൽക്കുകയാണ്. റജിത്ത്. ശരി, ഹാഷ്മി താജ് ഇബ്രാഹിം വിവരങ്ങൾ നൽകുകയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം കേരളത്തിലേക്ക് പത്തനംതിട്ടയിലെ പ്രചാരണ പരിപാടിയിലേക്ക് എത്താൻ പോകുന്നു. ഹാഷ്മി താജ് ഇബ്രാഹിം അതിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു. കോൺഗ്രസ് നേതാക്കളുടെ കൂടുമാറ്റം തെരഞ്ഞെടുപ്പ് ആയുധമാക്കുന്നു LDFും BJPയും. കെ മുരളീധരനായി പരവതാനി വിരിച്ചാണ് താൻ BJPയിലേക്ക് വന്നതെന്ന് പത്മജ വേണുഗോപാൽ പറഞ്ഞു. കോൺഗ്രസിന്റെ വിശ്വാസ്യത തകർന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിമർശിച്ചു. BJPയിലേക്കുള്ള ഒഴുക്കിൽ കോൺഗ്രസ് നേതൃത്വത്തെ കുറ്റപ്പെടുത്തി സമസ്തയും രംഗത്തെത്തി. പത്മജയും പത്മിനിയും ഉദയകുമാറും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് കോൺഗ്രസ് നേതാക്കളുടെ BJP പ്രവേശനം
UDF നൽകിയ തിരിച്ചടി ചെറുതല്ല. നേതാക്കളുടെ ആശങ്കയ്ക്ക് മുകളിലേക്കാണ് പത്മജയുടെ പരസ്യ വെല്ലുവിളി. കെ മുരളീധരനും കോൺഗ്രസ് വിടുമെന്നും തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ AICC ആസ്ഥാനം പൂട്ടുമെന്നും പത്മജ. അത് കെ മുരളീധരന് അടുത്ത് നിന്നത് മനസ്സിലായിക്കോളൂ. അദ്ദേഹം എൻ്റെ ഭാഗ്യം മനസ്സിലാക്കി എൻ്റെ സഹോദരനാണ്. എനിക്ക് അദ്ദേഹത്തെ ഒന്നും ഞാൻ പറയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഒരു പരവതാനി വിരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. CPM-ലെയും കോൺഗ്രസിലെയും അസംതൃപ്തരായ നേതാക്കളുമായി ചർച്ചകൾ നടന്നെന്ന് BJP സ്ഥിരീകരിച്ചു. താഴേക്കിടയിലുള്ള നേതാക്കൾ മുതൽ മുതിർന്ന നേതാക്കൾ വരെ പട്ടികയിലുണ്ടെന്ന് NDA പാലക്കാട് സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ 24-നോട് പറഞ്ഞു. കോൺഗ്രസ് നേതാക്കന്മാർ മാത്രമല്ല, CPM-ലും അതുപോലെ തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ ഉള്ള അതൃപ്തരായിട്ടുള്ള ആളുകൾ ആ പ്രസ്ഥാനങ്ങളിൽ ആശ ഇല്ലാതെ ഇനി ആ പ്രസ്ഥാനങ്ങൾക്ക് ഭാവിയില്ല എന്ന് മനസ്സിലാക്കിയ ആളുകൾ നിരവധിയുണ്ട്. അവർ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. താൽക്കാലിക കോപത്തിന്റെ പേരിലാണ് പത്മജയും അനിൽ ആന്റണിയും പാർട്ടി വിട്ടതെന്നായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രതികരണം. അവര് സത്യം പറഞ്ഞ ഒരു താൽക്കാലിക ക്ഷോഭത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയിൽ നിന്ന് പോയവരാണ്. ഈ പോയത് ശരിയല്ല എന്നവർക്ക് തോന്നണം. അതിനവർക്കൊരു ബ്രീത്തിങ് സ്പേസ് കിട്ടണം. ആ ബ്രീത്തിങ് സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ ആ വീണ്ടും വിചാരത്തോടുകൂടി തന്നെ അവർ കോൺഗ്രസിൽ മടങ്ങി വരും. കോൺഗ്രസിന് അണികളെയും ജനങ്ങൾക്ക് കോൺഗ്രസിനെയും വിശ്വാസമില്ലാതായെന്നും ദേശീയ തലത്തിൽ പോലും കോൺഗ്രസ് ദുർബലപ്പെട്ടുവെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കോൺഗ്രസിന് അണികളെ വിശ്വാസത്തിലെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ജനങ്ങൾക്ക് കോൺഗ്രസിനെ വിശ്വാസത്തിലെടുക്കാൻ സാധിക്കുന്നില്ല. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആരാണ് BJP-യിലേക്ക് പോകാതിരിക്കുക എന്നതിനെ സംബന്ധിച്ച് ഒരു ഗ്യാരണ്ടിയില്ല. നേതാക്കളുടെ BJP പ്രവേശനത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വിമർശനവുമായി സമസ്ത മുഖപ്രസംഗത്തിലാണ് നിലപാട് വ്യക്തമാക്കിയത്. ജനാധിപത്യവും മതേതരത്വവും പിന്തുടരുന്നവരുടെ പ്രതീക്ഷകൾ ഊറ്റിക്കെടുത്തുന്നതാണ് കൂടുമാറ്റമെന്നാണ് പേടിപ്പിക്കുന്ന കൂടുമാറ്റമെന്ന തലക്കെട്ടിലുള്ള മുഖപ്രസംഗത്തിലുള്ളത്. കോൺഗ്രസിൽ നിന്ന് CPM-ലേക്കോ തിരിച്ചുവായിരുന്നു പോക്കെങ്കിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ലായിരുന്നുവെന്നും മുഖപ്രസംഗത്തിൽ പരാമർശമുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. വിവരങ്ങൾ വെളിപ്പെടുത്താത്തതിൽ കോടതിക്ക് കടുത്ത അതൃപ്തി. ഇലക്ട്രൽ ബോണ്ടുകളുടെ സീരിയൽ നമ്പർ SBI വെളിപ്പെടുത്തണമെന്ന് സുപ്രീം കോടതി. സീരിയൽ നമ്പർ വ്യക്തമാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. വിശദീകരണം ആവശ്യപ്പെട്ട് SBIക്ക് നോട്ടീസ് നൽകുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. കേസ് തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കാൻ പോകുന്നു. R. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. RK, ഈ വിവരങ്ങൾ കൃത്യമായി പൊതുജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തണം എന്നുള്ള ഉദ്ദേശത്തിന് തിരിച്ചടിയാകുന്ന തരത്തിലുള്ള നടപടികൾ അത് കോടതിയെ അതൃപ്തിയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നു. വിശദാംശങ്ങൾ എങ്ങനെയാണ് R. രാധാകൃഷ്ണൻ? റിജിത്ത് സൂചിപ്പിച്ചതുപോലെ കോടതിയെ സംബന്ധിച്ച് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ രൂപീകരണത്തിനും അതിനുശേഷമുണ്ടായ ഉത്തരവിന്റെയും അടിസ്ഥാനത്തിൽ താല്പര്യപ്പെട്ടതെന്തോ അത് യാഥാർത്ഥ്യമായില്ല എന്ന പ്രതീതി കോടതിക്കുണ്ട്. സാങ്കേതികമായിട്ടുള്ള ചില നടപടികൾ അനുവർത്തിച്ചുകൊണ്ട് തങ്ങൾ ഉത്തരവ് പാലിച്ചു എന്ന് വരുത്തി തീർക്കാനാണോ SBI ശ്രമിച്ചത് എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിന് യുക്തമാകുന്ന വിധത്തിൽ SBIയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്ന കാര്യത്തിൽ വേണ്ട വിധത്തിലുള്ള ഇടപെടൽ നടത്തിയില്ല എന്ന ഒരു ഏതെങ്കിലും വിധത്തിലുള്ള ഒരു വീഴ്ചയുണ്ടാവും എന്നുള്ള ഒരു സംശയം കോടതിക്കുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ബോണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ പ്രസിദ്ധീകരിക്കാവുന്ന വിവരങ്ങൾ അത് പൊതുജന മധ്യത്തിൽ തന്നെ വരണം. മാർച്ച് 17-ന് അതിനു വേണ്ടിയിട്ടുള്ള ഒരു സമയപരിധിയായി കോടതി തീരുമാനിച്ചിരിക്കുന്നു. ഇതനുസരിച്ച് ഈ ബോണ്ടുകളുടെ സീരിയൽ നമ്പർ വിവരങ്ങൾ അത് പുറത്ത് വിടണം എന്നുള്ളതാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നിഷ്പ്രയാസം SBIയെ സംബന്ധിച്ച് സാധിക്കുന്ന ഒന്നായിരുന്നു. ഈ ബോണ്ടുകൾ നമ്മൾ ഉണ്ടാകുമ്പോൾ അതിന്റെ ഈ സീരിയൽ നമ്പർ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ബോണ്ടുകളെ ഐഡന്റിഫൈ ചെയ്യുന്നത് ആ നമ്പർ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് ഉണ്ടാകേണ്ടിയിരുന്നത്. പക്ഷെ അത് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് SBI സമർപ്പിച്ച കംപ്ലൈൻസ് റിപ്പോർട്ട് അത് ആ വിധത്തിൽ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയം തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. ആ ഘട്ടത്തിൽ ഈ സീരിയൽ നമ്പർ അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്ന വിധത്തിലേക്ക് SBI എത്തണം. ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവർ നവംബറിൽ സമർപ്പിച്ച ഒരു സത്യവാങ്മൂലം അതിൽ ഉണ്ടായിരുന്ന രേഖകൾ ആ രേഖകൾ സമർപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ ആ രേഖകൾ വീണ്ടെടുക്കുന്നതിൽ സമർപ്പിച്ച അപേക്ഷ ആ രേഖകൾ വീണ്ടെടുക്കേണ്ട തങ്ങൾ തരാം എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. അതും 17-ാം തീയതി തന്നെ പ്രസിദ്ധീകരിക്കണം എന്നാണ് കോടതിയുടെ നിർദ്ദേശം. ചുരുക്കത്തിൽ ഇലക്ട്രൽ ബോണ്ട് കേസിൽ സുപ്രീം കോടതി ഉറച്ചു തന്നെ മുന്നോട്ട് പോവുകയാണ്. ശരി, ബോണ്ടുകളുടെ കാര്യത്തിൽ സീരിയൽ നമ്പർ പ്രധാനമാണെന്നിരിക്കെ വളരെ വേഗത്തിൽ തന്നെ അത് കൈമാറാമെന്നിരിക്കെ ആ നടപടി ഉണ്ടായില്ല എന്നുള്ളതിൽ കടുത്ത അതൃപ്തി സുപ്രീം കോടതിക്കുണ്ടാകുന്നു. R. രാധാകൃഷ്ണൻ അതിൻ്റെ വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് പങ്കുവയ്ക്കുകയായിരുന്നു. പൗരത്വ ഭേദഗതിക്കെതിരായ ഹർജികൾ സുപ്രീം കോടതി ചൊവ്വാഴ്ച പരിഗണിക്കും. 237 ഹർജികളിലാണ് വിശദമായ വാദം കേൾക്കാൻ പോകുന്നത്. വാദം കേൾക്കുന്നതിൽ എതിർപ്പില്ല എന്ന് കേന്ദ്രം കോടതിയെ അറിയിച്ചു.
പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ CPI, മുസ്ലിം ലീഗ്, DYFI അടക്കമുള്ള സംഘടനകൾ നൽകിയ 237 ഹർജികളിലാണ് ചൊവ്വാഴ്ച വിശദമായ വാദം കേൾക്കാനുള്ള ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ തീരുമാനം. വിജ്ഞാപനത്തെ തുടർന്ന് രജിസ്ട്രേഷൻ നടപടി കേന്ദ്ര സർക്കാർ ആരംഭിച്ചതിനാൽ ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യം പരിഗണിച്ചാണ് നടപടി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിജ്ഞാപനം പുറപ്പെടുവിച്ചതിൽ അസ്വാഭാവികതയുണ്ടെന്നാണ് ഹർജിക്കാരുടെ വാദം. നിയമം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെടാൻ ഹർജിക്കാർക്ക് അവകാശമില്ലെന്നും എന്നാൽ വാദം കേൾക്കുന്നതിൽ എതിർപ്പില്ലെന്നും കേന്ദ്രം കോടതിയെ അറിയിച്ചു. പൗരത്വ ഭേദഗതി നിയമം വോട്ടർമാർക്കിടയിൽ ധ്രുവീകരണമുണ്ടാക്കാനാണെന്ന് മഹാത്മാഗാന്ധിയുടെ പൗത്രൻ തുഷാർ ഗാന്ധി 24-നോട്. They have realized, the BJP has realized that polarizing the electorate is their key to success. And this is an attempt once more on the eve of the elections to polarize the Indian electorate. CAA നടപ്പാക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. 24 ഡൽഹി. പൗരത്വ നിയമ ഭേദഗതിയെ കോൺഗ്രസ് ശക്തമായി എതിർത്തിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് നാട്ടിൽ കുരുക്കാത്ത നുണയാണ്. CAA പ്രതിഷേധങ്ങളിൽ 835 കേസാണ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തതെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. പൗരത്വ നിയമ ഭേദഗതിയിൽ പ്രതിപക്ഷത്തിനെതിരായ മുഖ്യമന്ത്രിയുടെ ആരോപണങ്ങൾക്കുള്ള മറുപടിയുമായാണ് വി ഡി സതീശൻ രംഗത്തെത്തിയത്. പൗരത്വ നിയമ ഭേദഗതിയെ കോൺഗ്രസ് ശക്തമായി എതിർത്തിരുന്നു. വിഷയത്തിൽ നിയമപ്രശ്നമുന്നയിച്ച് ചർച്ച നയിച്ചത് ശശി തരൂരാണ്. 12 സംസ്ഥാനങ്ങളിൽ 16 കേസുകളാണ് രാഹുൽ ഗാന്ധിക്കെതിരെ മാത്രം BJP ഫയൽ ചെയ്തതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് നട്ടാൽ കുരുക്കാത്ത നുണയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പാർലമെന്റിൽ അതിശക്തമായിട്ടാണ് കോൺഗ്രസ്, കേരളത്തിലെ MP-മാരടക്കം CAA നിയമത്തെ എതിർത്തത്. CAA പ്രതിഷേധങ്ങളിൽ 835 കേസാണ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 69 കേസുകൾ മാത്രമാണ് പിൻവലിച്ചത്. സംഘപരിവാറുമായി സന്ധി ചെയ്ത് കേസുകളിൽ നിന്ന് തലയൂരാൻ വേണ്ടിയാണ് പിണറായി വിജയൻ കോൺഗ്രസിനെതിരെ ഓരോന്ന് പറയുന്നതെന്നും വി ഡി സതീശൻ. CAA സംബന്ധിച്ച് മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ തെറ്റായ പ്രചരണമാണ്. അദ്ദേഹം കേസ് പിൻവലിക്കാതെ BJPയെ സന്തോഷിപ്പിക്കാൻ അവരുടെ കൂടെയായിരുന്നു ഇത്രയും നാൾ. ഇപ്പൊ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നതിന് അതിനു വേണ്ടിയിട്ടാണ്. മുഖ്യമന്ത്രിയുമായും CPIയുമായും ഒന്നിച്ചുള്ള പ്രക്ഷോഭത്തിന് കോൺഗ്രസ് ഇല്ല. CAAക്കെതിരെ പ്രമേയം പാസാക്കാൻ ഒന്നിച്ചു നിന്നിരുന്നു. കേന്ദ്ര നിയമം നിയമപരമായി നടപ്പാക്കാനാവില്ലെന്ന് പറയാനാകില്ല. ഇത് അസാധ്യമാണെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. 24 കൊച്ചി. ഗുഡ് ആഫ്റ്റർനൂൺ. മാർക്കറ്റ് വ്യൂവിലേക്ക് സ്വാഗതം. ആദ്യം ബിസിനസ് ഹെഡ്ലൈൻസ്. ഓഹരി വിപണിയിൽ വിൽപ്പന സമ്മർദ്ദം തുടരുന്നു. നഷ്ടത്തിൽ വ്യാപാരം തുടർന്ന ബെഞ്ച് മാർക്ക് സൂചികകൾ. സെൻസെക്സ് 600 പോയിന്റ് ഇടിഞ്ഞു. നിഫ്റ്റി 22,000-ന് താഴെ. മിഡ് ആൻഡ് സ്മോൾ ക്യാപ് സൂചികകളിൽ 1% നഷ്ടം. ഇലക്ട്രിക് വാഹന മേഖലയിൽ ഹോണ്ട നിസാൻ സഹകരണം. ഉൽപാദന ചെലവ് കുറയ്ക്കാൻ ഇലക്ട്രിക് വാഹന ഘടകങ്ങളിൽ ബിസിനസ് പങ്കാളിത്തം തേടും. BYDയുമായും ടെസ്ലയുമായും കനത്ത മത്സരം നേടുന്ന നിസാന് പങ്കാളിത്തം നിർണായകം. നീക്കം GM ഹോണ്ട സഹകരണത്തെ ബാധിക്കുമെന്ന് വിലയിരുത്തൽ. പലിശ നിരക്കുകൾ മാറ്റാതെ ചൈനീസ് കേന്ദ്ര ബാങ്ക്. അടിസ്ഥാന നിരക്ക് 2.5% തുടരും. റിവേഴ്സ് റിപ്പോ നിരക്ക് 1.8%. രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ട്രെയിൻ വാണിജ്യാടിസ്ഥാനത്തിൽ സർവീസ് ആരംഭിച്ചു. അണ്ടർ വാട്ടർ മെട്രോ ബാൻഡ് വാഗണിന്റെ ആദ്യ സർവീസിന് വൻ ജനപങ്കാളിത്തം. ഈസ്റ്റ് വെസ്റ്റ് മെട്രോയുടെ 4.8 കിലോമീറ്റർ നിർമ്മാണം 4,965 കോടി രൂപ ചെലവിൽ. രാജ്യത്ത് ആഭ്യന്തര വിദേശ യാത്രകൾ ബുക്ക് ചെയ്യുന്നവരുടെ എണ്ണത്തിൽ വൻ കുതിച്ചുചാട്ടമെന്ന് ട്രാവൽ ഏജൻസികൾ. ഇതുവരെ രേഖപ്പെടുത്തിയത് 30 മുതൽ 40% വരെ ബുക്കിംഗ്. അവധിക്കാല യാത്രാ സീസൺ തുടങ്ങാനിരിക്കെ വിമാന നിരക്കുകൾ ഉയർന്നേക്കുമെന്ന് റിപ്പോർട്ട്. ഇടയിൽ മാർക്കറ്റ് ട്രെൻഡിലേക്ക് വരാം. US ഏഷ്യൻ വിപണിയിലുണ്ടായ ഒരു ദുർബലതയെ തുടർന്ന് ഇന്ത്യൻ ഓഹരി വിപണി കനത്ത വിൽപ്പന സമ്മർദ്ദം നേരിടുകയാണ്. രാവിലെ ഒരു നേരിയ നഷ്ടത്തിലൊക്കെ വ്യാപാരം ആരംഭിച്ചു. പക്ഷേ നിലവിൽ ഇപ്പോഴും വീണ്ടും ആ ഒരു വിൽപ്പന സമ്മർദ്ദം ഇന്ന് ഇന്ത്യൻ ഓഹരി വിപണിയിൽ തുടരുകയാണ്. ബാങ്കിംഗ്, FCMG, IT സൂചികളിലൊക്കെ ഒരു വലിയ രീതിയിലുള്ള ഒരു ഇടിവ് പ്രകടമാണ്. മിഡ് ആൻഡ് സ്മോൾ ക്യാപ് സൂചികളിലും ഏകദേശം 1% നഷ്ടം, അല്ലെങ്കിൽ ഓഹരികളിൽ 1% ഒരു ഇടിവ് ഇന്ന് പ്രകടം തന്നെയാണ്. ഇനി സൂചികളിലേക്ക് പോവുകയാണെങ്കിൽ നാഷണൽ സ്റ്റോക്ക്
സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയായ നിഫ്റ്റിയുടെ എല്ലാ മേഖലാ സൂചികളിലും ഒരു നെഗറ്റീവ് ട്രെൻഡിലാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത്. നിഫ്റ്റി 50-ൽ 127 പോയിന്റ് ഇടിവിൽ 22,018 പോയിന്റിലാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത്. ഇന്ന് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് 22,000 താഴെ 21,931 വരെയാണ് നിഫ്റ്റി ഏറ്റവും കൂടുതൽ ഇന്ന് ഇടിഞ്ഞിരിക്കുന്നത്. ഇനി നിഫ്റ്റി ബാങ്കിലേക്ക് പോവുകയാണെങ്കിൽ 1% തന്നെ നഷ്ടം ഇന്ന് നിഫ്റ്റി ബാങ്കിംഗ് മേഖലയിലുണ്ട്. വലിയ രീതിയിലുള്ള ഒരു വിൽപ്പന സമ്മർദ്ദം ബാങ്കിംഗ് മേഖലകളിൽ പ്രകടമാണെന്ന് തന്നെ പറയാം. 251 പോയിന്റ് ഇടിവാണുള്ളത്. 46,538 പോയിന്റിലാണ് നിഫ്റ്റി ബാങ്കിൽ നിലവിൽ വ്യാപാരം നടക്കുന്നത്. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഒരു വിൽപ്പന സമ്മർദ്ദമുണ്ട്. 109 പോയിന്റ് ഇടിവിൽ 20,615 പോയിന്റിലാണ് നിലവിൽ നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിലും വ്യാപാരം നടക്കുന്നത്. ആഗോള സൂചകങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്ന ഒരു ദുർബലത നിലവിലും ഇന്ത്യൻ ഓഹരികളിൽ പ്രകടമാണെന്ന് തന്നെ പറയാം. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ സെൻസെക്സിലേക്ക് വരികയാണെങ്കിൽ സെൻസെക്സിൽ ഏകദേശം ഒരു 398 പോയിന്റ്, രാവിലെ ഒരു 600 പോയിന്റ് ഇടിവൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ ചെറിയൊരു മാറി 398 പോയിന്റ് ഇടിവിൽ 72,711 എന്ന പോയിന്റിലാണ് നിലവിൽ സെൻസെക്സിലും വ്യാപാരം നടക്കുന്നത്. എന്തൊക്കെയായാലും വലിയ രീതിയിലൊരു ഹ്യൂജ് സെൽ ഓഫ് നമുക്ക് ഒരു ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റിലൊക്കെ തന്നെ കാണാൻ സാധിക്കും. ഇനി മാർക്കറ്റ് റിവ്യൂവിൽ ഒരു അതിഥിയാണ് TPFSന്റെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള പ്രിൻസ് ജോർജ് ആണ്. ഗുഡ് ആഫ്റ്റർനൂൺ ശ്രീ പ്രിൻസ് ജോർജ്. രാവിലെ മുതലുണ്ടായ ഒരു വിൽപ്പന സമ്മർദ്ദം നിലവിലും ഇന്ത്യൻ ഓഹരി വിപണിയിലൊക്കെ തന്നെ തുടരുകയാണ്. ഈ ആഗോള സൂചനകളൊക്കെ മാറ്റി നിർത്തിയാൽ, അല്ലെങ്കിൽ ഒരു ഫോറിൻ പോർട്ട്ഫോളിയോയിൽ ഒരു ഹ്യൂജ് സെല്ലിംഗ് മാറ്റി നിർത്തിയാൽ ഈ ഒരു ഇടിവ് നമുക്ക് ഈ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടൊന്ന് നികത്താൻ സാധിക്കുമോ? ഗുഡ് ആഫ്റ്റർനൂൺ സൂര്യശ്രീ. നമ്മൾ രാവിലത്തെ പ്രോഗ്രാമിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു ഒരു സെൽ ഓഫിനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെന്നുള്ളത്. അരമണിക്കൂർ മുമ്പ് മാർക്കറ്റിൽ അതിൻ്റെ ഒരു ബോട്ടത്തിൽ എത്തിയിരുന്നത് 21,950 ലെവലിലേക്ക് നിഫ്റ്റി താഴ്ന്നു വന്നിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഒരു അരമണിക്കൂറായിട്ട് ചെറിയൊരു റിക്കവറിക്ക് വേണ്ടിയിട്ട് മാർക്കറ്റ് ട്രൈ ചെയ്യുന്നുണ്ട്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് സെല്ലിംഗ് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഫോറിൻ മാർക്കറ്റുകളിൽ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് നിൽക്കുന്നു. അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ഇന്ത്യയിലെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ, SPCL, BPCL, IOC, ഓയിൽ ഇന്ത്യ പോലെയുള്ള കമ്പനികൾ ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലയിൽ 2 രൂപ കുറവ് വന്നപ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു നഷ്ടം കൊണ്ട് ആ സ്റ്റോക്കുകളൊക്കെ താഴേക്കാണ് കാണിക്കുന്നത്. പൊതുവെ ബ്രോഡർ മാർക്കറ്റിൽ ഇന്ത്യയിൽ സെല്ലിംഗ് ഉണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ചെറിയ തോതിലുള്ള ബൈങ് വരും എന്നുള്ള രീതി, അതായത് ഈ ഫുഡ്സി റീബാലൻസിംഗിലെ ചില സ്റ്റോക്കുകൾ, HDFC ബാങ്ക്, ICICI ബാങ്ക് പോലുള്ള സ്റ്റോക്കുകളിലേക്കൊക്കെ കുറച്ച് ബൈങ് വരും എന്നുള്ള രീതിയിലുള്ള സംസാരം ഉണ്ടെങ്കിലും അത് നമുക്ക് വെയിറ്റ് ചെയ്ത് കണ്ടറിയേണ്ട കാര്യമാണ്. മാർക്കറ്റിൻ്റെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് 21,800 ആണ്. അത് ഇവിടെ നിന്ന് ഇനിയും ഒരു 150 പോയിന്റ്സ് താഴെയാണ് ഒരു സ്ട്രോങ് സപ്പോർട്ടുള്ളത്. ആ ഒരു സപ്പോർട്ടിലേക്ക് എത്തിയതിന് ശേഷം മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്ത് മൂവ് ചെയ്യാനുള്ള ചാൻസാണ് കൂടുതലായിട്ടുള്ളത്. നന്ദി ശ്രീ പ്രിൻസ് ജോർജ് ആണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായി എത്തിയത്. ഏതായാലും കൂടുതൽ വിപണി വാർത്തകളുമായി ഇനി വൈകുന്നേരം 4:45 മാർക്കറ്റ് വ്യൂവിൽ കാണാം. ഇനി ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഗുഡ് ആഫ്റ്റർനൂൺ TK റിജിത്ത് തുടരും. റബ്ബർ കയറ്റുമതിക്ക് ഇൻസെന്റീവ് പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. കിലോയ്ക്ക് 5 രൂപയാണ് പ്രഖ്യാപിച്ചത്. അന്താരാഷ്ട്ര വിപണിയിൽ വില വർദ്ധിച്ച സാഹചര്യത്തിലാണ് നടപടി. പ്രഖ്യാപനം കയറ്റുമതിക്കാരെ റബ്ബർ ബോർഡ് അറിയിച്ചു. വിശ്വാസികൾക്ക് വ്രതശുദ്ധിയുടെ നാളുകൾ. അൽ മുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുണ്യങ്ങളുടെ പൂക്കാലം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. നോമ്പുകാലമായാൽ നല്ല തൊപ്പികൾക്കും ഡിമാൻഡ് ഏറും. ഒമാൻ തൊപ്പി മുതൽ സൂഫി തൊപ്പി വരെ വിപണിയിൽ സജീവമാണ്. പള്ളിയിലായാലും പണിയിടത്തിലായാലും നോമ്പുകാലത്ത് തൊപ്പി മസ്റ്റാണ്. പള്ളികളിൽ മാത്രമല്ല തെരുവുകളിലും ജോലിസ്ഥലത്തുമെല്ലാം വ്രതശുദ്ധിയുടെ തൊപ്പി അണിഞ്ഞവർ. നോമ്പുകാലമായാൽ തലമറച്ച് പുറത്തിറങ്ങണമെന്നത് വിശ്വാസം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തല മറച്ചിട്ടായിരുന്നു അദ്ദേഹം നമുക്ക് വേണ്ടി കാണിച്ചു തന്ന സുന്നത്ത്. അദ്ദേഹം ചെയ്തതുപോലെ നമ്മൾ ചെയ്യുകയും ചെയ്യുമ്പം ദൈവത്തിന്, അള്ളാഹുവിനും മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനും സന്തോഷം ഉണ്ടാകുന്നതാണ്. അഫ്ഗാൻ, ഒമാൻ, ബംഗ്ലാദേശ്, ചൈന, സൗദി എന്നീ ബ്രാൻഡുകളിലായി തൊപ്പികൾ വിപണിയിലുണ്ട്. സൂഫി തൊപ്പികൾക്കും ആവശ്യക്കാർ ഏറെ. ഓരോ വെറൈറ്റി പള്ളി തൊപ്പിയായിട്ടും പിന്നെ ഇത് മദ്രസ തൊപ്പി, പല വെറൈറ്റികൾ തൊപ്പികളുണ്ടാവും. ഡിമാൻഡാണ്. റമദാൻ വിപണി സജീവമായി കഴിഞ്ഞു. തൊപ്പികൾക്ക് പുറമെ നിസ്കാരപ്പടം, ദിസ്ബിയ, അത്തറുകൾ തുടങ്ങിയവയും വൻതോതിൽ വിറ്റഴിയും. 24 കോഴിക്കോട്.
നോക്കാം ഇന്നത്തെ നോമ്പുതുറ സമയം. അൽ മുക്താദിർ ഗോൾഡൻ ഡയമണ്ട്സ് നോമ്പുതുറ സമയം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. സംസ്ഥാനത്ത് സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയ 12 സഹകരണ ബാങ്കുകളുടെ വിവരങ്ങൾ ED ഹൈക്കോടതിക്ക് കൈമാറി. കരുവന്നൂർ സഹകരണ ബാങ്കിന് പുറമെ ക്രമക്കേട് കണ്ടെത്തിയ ബാങ്കുകളാണ് ഇവ. ബോളിവുഡ് താരം അമിതാഭ് ബച്ചനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് മുംബൈയിലെ കോകിലാബെൻഡ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമന വിഷയത്തിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീം കോടതി. ഇടക്കാല ഉത്തരവുകളിലൂടെ നിയമനിർമ്മാണങ്ങൾ സ്റ്റേ ചെയ്യാൻ കഴിയില്ല എന്നും സുപ്രീം കോടതി. ജസ്ന തിരോധാന കേസിൽ CBI അന്വേഷണത്തിനെതിരെ പിതാവ് കോടതിയിൽ. അന്വേഷണത്തിലെ വീഴ്ച ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകി. റഷ്യയിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 3 ദിവസങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. 5ാം തവണയും പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഭരണ തുടർച്ച ലക്ഷ്യമിടുകയാണ്. സ്വതന്ത്രനായാണ് പുടിൻ മത്സരിക്കുന്നത്. ഇനി നോക്കാം ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. സെർവർ തകരാറിനെ തുടർന്ന് സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് തടസ്സപ്പെട്ടു. നിലവിൽ മസ്റ്ററിംഗ് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. മഞ്ഞക്കാർഡ് ഉടമകൾക്ക് മസ്റ്ററിംഗ് തുടരാൻ തീരുമാനിച്ചെങ്കിലും ഇതും നടത്താൻ കഴിഞ്ഞില്ല. മുൻഗണനാ വിഭാഗത്തിലുള്ള പിങ്ക്, മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് ഇന്നു മുതൽ 3 ദിവസം മസ്റ്ററിംഗ് നടത്താനായിരുന്നു സർക്കാർ തീരുമാനം. ഇതിനായി റേഷൻ വിതരണം നിർത്തിവെച്ചാണ് മസ്റ്ററിംഗ് ക്യാമ്പുകൾ തുടങ്ങിയത്. എന്നാൽ രാവിലെ 8 മണി മുതൽ തന്നെ സെർവർ തകരാറിലായി മസ്റ്ററിംഗ് തടസ്സപ്പെട്ടു. പലയിടത്തും രാവിലെ മുതൽ നീണ്ട ക്യൂ ആണ് അനുഭവപ്പെട്ടത്. ഇത് ശരിയായില്ലെന്ന്, മിഷൻ ശരിയാകുന്നില്ല, വർക്കാവണില്ല, മിഷൻ വർക്കാവുന്നില്ല. 7:30 വന്നതാ ഇവിടെ കയറി ഇരിക്കുകയാണ്. വെള്ളം പോലും കുടിച്ച് ഒരു അറമ്പാതും ഇല്ലാതെ ഇരിക്കുന്ന കയറി. ഒരു കാര്യവും നടക്കണില്ല. ഇതിപ്പോൾ എപ്പോഴാവുമെന്നോ ഒന്നും അറിഞ്ഞൂടാ. ബയോമെട്രിക് പരിശോധന പരാജയപ്പെട്ടതോടെ സാങ്കേതിക തകരാറെന്ന് ഇ-പോസ് മെഷീനിൽ രേഖപ്പെടുത്തി. തുടർന്ന് മസ്റ്ററിംഗ് താൽക്കാലികമായി നിർത്തിവെക്കാൻ സർക്കാർ തീരുമാനിച്ചു. ചില വ്യാപാരികൾ റേഷൻ വിതരണം നടത്തിയതാണ് സെർവർ തകരാറിന് ഇടയാക്കിയതെന്ന മന്ത്രി GR അനിൽ. റേഷൻ ലഭ്യമാകാത്ത ഒരാൾ പോലും കേരളത്തിൽ ഉണ്ടാകരുത് എന്നാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. റേഷൻ വിതരണത്തിൻ്റെ കാര്യത്തിൽ ആവശ്യമാണെങ്കിൽ ഏപ്രിൽ മാസത്തെ ആദ്യത്തെ ആഴ്ച കൂടെ ഈ മാസത്തെ റേഷൻ വാങ്ങാനുള്ള സൗകര്യമൊരുക്കും. ഇന്ന് രാവിലെ ക്യൂവിൽ വന്ന മുൻഗണനാ കാർഡിൽ മഞ്ഞ നിറ കാർഡുകാർക്ക് മസ്റ്ററിംഗ് നടത്തി നോക്കാം. മഞ്ഞ കാർഡ് ഉടമകൾക്ക് മസ്റ്ററിംഗ് തുടരുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഇതും തടസ്സപ്പെട്ടു. മിക്ക റേഷൻ കടകളിലും കാർഡ് ഉടമകൾക്ക് ടോക്കൺ നൽകി നാളെ എത്താൻ നിർദ്ദേശിച്ചു. സെർവർ മാറ്റാതെ മസ്റ്ററിംഗ് നടക്കില്ലെന്നാണ് റേഷൻ വ്യാപാരികളുടെ നിലപാട്. 24 തിരുവനന്തപുരം. പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി JS സിദ്ധാർത്ഥിന്റെ മരണത്തിന് മുമ്പും കോളേജിൽ ആൾക്കൂട്ട വിചാരണ നടന്നതായി ആന്റി റാഗിംഗ് സെല്ലിന്റെ കണ്ടെത്തൽ. പെൺകുട്ടികളോട് അപമര്യാദയായി പെരുമാറിയെന്നാരോപിച്ചാണ് 2 വിദ്യാർത്ഥികളെ മർദ്ദിച്ചത്. സംഭവത്തിൽ 13 വിദ്യാർത്ഥികൾക്കെതിരെ സർവകലാശാല നടപടിയെടുത്തു. കോളേജിലെ പെൺകുട്ടികളോട് അപമര്യാദയായി പെരുമാറിയെന്ന ആരോപണത്തിലാണ് 2 വിദ്യാർത്ഥികൾക്ക് ആൾക്കൂട്ട വിചാരണയും മർദ്ദനവും ഏൽക്കേണ്ടി വന്നത്. 2019 ബാച്ച് വിദ്യാർത്ഥി 2021 2021 ബാച്ച് വിദ്യാർത്ഥി 2023 മെയ്യിലും ക്രൂരമായ അതിക്രമത്തിന് ഇരകളായി എന്നാണ് ആന്റി റാഗിംഗ് സെൽ കണ്ടെത്തൽ. ഹോസ്റ്റൽ മുറിയിലും ക്യാമ്പസിലെ കുന്നിൻപുറത്തും വെച്ചും മർദ്ദനമുണ്ടായി. ആൾക്കൂട്ട വിചാരണകളിൽ പരാതി ഉന്നയിച്ച പെൺകുട്ടികളുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നതായും കണ്ടെത്തലുണ്ട്. റാഗിങ്ങിനിരയായ 2 വിദ്യാർത്ഥികൾക്കും സിദ്ധാർത്ഥിനുണ്ടായ അനുഭവം തന്നെയാണെന്നും റാഗിംഗ് വിരുദ്ധ സെൽ സ്ഥിരീകരിക്കുന്നു. 2 ആഴ്ചയോളം മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടും റാഗിങ്ങിനിരയായ ഒരു വിദ്യാർത്ഥി പോലും പരാതി നൽകാൻ തയ്യാറായില്ല.
2 സംഭവങ്ങളിലും മോശം പെരുമാറ്റം നേരിട്ടു എന്ന് പറയുന്ന പെൺകുട്ടികളും പരാതി നൽകിയില്ല. കോളേജിലെ ഇത്തരം സംഭവങ്ങളിൽ നടപടിയെടുക്കാൻ യൂണിയന്റെ നേതൃത്വത്തിൽ സമാന്തര സംവിധാനം ഉള്ളതിനാലാണ് പരാതി നൽകാൻ തയ്യാറാകാത്തതെന്ന വിലയിരുത്തലാണ് അധികൃതർക്കുള്ളത്. 2021 അതിക്രമത്തിൽ കുറ്റക്കാരായ കോളേജ് യൂണിയൻ മുൻ പ്രസിഡന്റ് ഉൾപ്പെടെ 4 വിദ്യാർത്ഥികൾക്ക് 1 വർഷത്തേക്ക് ഇന്റേൺഷിപ്പ് വിലക്കുകയും 5 വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പുകൾ റദ്ദാക്കുകയും ചെയ്തു. 2023 മെയിൽ നടന്ന സംഭവത്തിൽ 2 വിദ്യാർത്ഥികളെ 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു. 2 വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പും റദ്ദാക്കി. 2 സംഭവങ്ങളും പോലീസിനെ അറിയിക്കാനുള്ള നീക്കത്തിലാണ് സർവകലാശാല. 24 വയനാട്. സംഘർഷത്തെ തുടർന്ന് നിർത്തിവെച്ച കേരള സർവകലാശാല യുവജനോത്സവം പൂർത്തിയാക്കാൻ സിൻഡിക്കേറ്റ് യോഗത്തിൽ തീരുമാനം. സംഘർഷങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേക സമിതിയെ ചുമതലപ്പെടുത്തി. സമിതി വിശദമായി അന്വേഷിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകണം. അതേസമയം കോഴക്കേസിലെ 2ഉം 3ഉം പ്രതികൾക്ക് ഹൈക്കോടതി ജാമ്യം നൽകി. ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച കേരള സർവകലാശാല കലോത്സവം തുടർച്ചയായ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ വൈസ് ചാൻസലറുടെ നിർദ്ദേശപ്രകാരം നിർത്തിവെക്കുകയായിരുന്നു. നിർത്തിവെച്ച കലോത്സവം പൂർത്തീകരിക്കാൻ സർവകലാശാല ആസ്ഥാനത്ത് ചേർന്ന സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചു. എവിടെ വെച്ചാണ് കലോത്സവം പൂർത്തീകരിക്കുക എന്നതിൽ അന്തിമ തീരുമാനമായിട്ടില്ല. കലോത്സവത്തിലുണ്ടായ സംഭവ വികാസങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേക സമിതിയെയും സിൻഡിക്കേറ്റ് യോഗം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഡോക്ടർ ഗോപചന്ദ്രൻ, അഡ്വക്കേറ്റ് ജി മുരളീധരൻ, ആർ രാജേഷ്, ഡോക്ടർ ജയൻ എന്നിവരടങ്ങിയ സമിതിയാണ് സംഭവത്തിൽ അന്വേഷണം നടത്തുക. ഈ സമിതി ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണം. റിപ്പോർട്ട് ലഭിച്ച ശേഷമാകും കലോത്സവം നടത്തുന്ന വേദികളെപ്പറ്റി അന്തിമ തീരുമാനമെടുക്കുക. കലോത്സവം മാനുവൽ ഭാവിയിൽ പരിഷ്കരിക്കണമെന്ന ആവശ്യം യോഗത്തിൽ ഉയർന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പരിഷ്കരണം സംബന്ധിച്ച് സമഗ്രമായി പഠിക്കുന്നതിന് സമിതിയെ രൂപീകരിക്കും. അതേസമയം കോഴക്കേസിലെ 2ഉം 3ഉം പ്രതികളായ ജോമറ്റിനും സൂരജിനും ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. 24 തിരുവനന്തപുരം. ഇന്ന് ഇതുവരെ പുറത്തുവന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകളിലൂടെയാണ് കഴിഞ്ഞ 1 മണിക്കൂറിൽ നമ്മൾ കടന്നുപോയത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനം നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നുള്ളതായിരുന്നു. എന്തായാലും ഗുഡ് ആഫ്റ്റർനൂണിന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. ഇനി